എൽഡിഎഫിന്റെ മുഴുവൻ ആൾക്കാർ 12 പേര് കൊടുത്താണ് അവിശ്വാസം. ഇതിലെ ഈ എൽഡിഎഫിന്റെ അകത്ത് ഒപ്പിടാൻ ചില ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരു തടസ്സമില്ല. കാരണം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്താണ് ഇങ്ങനെ അവിശ്വാസമൊക്കെ അവിശ്വാസം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 12 സീറ്റ് ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് കോൺഗ്രസ് 6 ഉള്ളൂ. പക്ഷെ സ്വന്തം മുന്നണി എന്ന് പറഞ്ഞില്ല, കുടുംബ കൂട്ടായ്മ അവരെല്ലാം കൂടി കൂട്ടി അന്ന് നിയമസഭാ ഇലക്ഷന് അത് MLA-ക്കൊക്കെ ജയിക്കേണ്ടത് ആവശ്യമായിരുന്നുകൊണ്ട് തട്ടിക്കൂട്ടിയ സംവിധാനം ഉണ്ടാക്കി. ഇവരെ ഈ കുടുംബ കൂട്ടായ്മയെ വെച്ച് ഞങ്ങൾക്ക് വേണേ അന്ന് പറഞ്ഞ് പിടിക്കാൻ കഴിയും. പക്ഷെ ഞങ്ങൾ അന്ന് തീരുമാനിച്ചത് ഒരു കാരണവശാലും ഇവരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. പിന്നെ ഒരു ചെറുപ്പക്കാരത്തിയായ ഒരു പെൺകൊച്ച് അവിടെ കയറിയതുകൊണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ 6 മാസക്കാലം ഒരു തടസ്സപ്പെടുത്തൽ ആ കൊച്ചിനെ നടത്തിയിട്ടില്ല. കാരണം ഒരു ചെറുപ്പക്കാരിയ പെൺകൊച്ച് അതിനെതിരെ പ്രതിപക്ഷം എതിർക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവരുടെ പിന്താങ്ങിയ കോൺഗ്രസിലെ 6 പേരും ഒറ്റക്കെട്ടായിട്ട്, 6 പേര് മാത്രമല്ല പാലായിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിരിക്കുന്നു അവരിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു പരസ്യമായിട്ട്. പക്ഷെ അവർക്ക് അറിയാം സ്വാഭാവികമായിട്ട് 6 പേർക്കൊണ്ട് അവിശ്വാസം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഈ അവിശ്വാസത്തിൽ ഞങ്ങൾ മുൻപിടുന്നത് ഈ കൊച്ചിനെ ഏതെങ്കിലും തരത്തിൽ വളഞ്ഞ വഴിയോട് ഭരണം പിടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പാലായിലെ പൊതുസമൂഹം ചോദിക്കാൻ തുടങ്ങി. പാലായിൽ ഒരു ഭരണസമരം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് എന്നോട് ധാർമ്മിക ഉത്തരവാദിത്തമില്ല എന്ന് ചോദിച്ചുകൊണ്ട് അവർ 6 പേര് അവർ അവിശ്വാസം പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രമേയത്തെ. സ്വാഭാവികമായിട്ടും നിങ്ങളും കോൺഗ്രസും കൂടി ഒത്തുചേരുകയാണോ എന്നൊരു സംശയം, ഒരു ചോദ്യം ഉണ്ടാവില്ല. അതില്ല, അത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു കാരണവശാലും സ്വതന്ത്ര മുന്നോട്ട് പരവശമായ പിന്തുണ മേടിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വരികയല്ല. കോൺഗ്രസിന്റെ അല്ല, ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞു വരത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ ഒരു അനീതിക്കുള്ള പോരാട്ടം, ഇവിടെ ഒരു കാവ്യ നീതിയുണ്ട്, ആ കാവ്യനീതി നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ സ്വാഭാവികമായിട്ട് ഈ അവിശ്വാസത്തിലോട്ട് വന്നാൻ കാരണം പാലായിൽ 6 മാസമായിട്ട് ഭരണസമരമാണ്. നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ നിർത്തൽ ചെയ്യാൻ വിളിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളെ സംബന്ധിച്ച് ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സീനിയർ കൌൺസിലർമാർ, മുൻ ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള സീനിയർ കൌൺസിലർമാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യന് മറുപടി പോലും പറയുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി പ്രധാനപ്പെട്ട ഫയലുകൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ആണ് ഞങ്ങൾ ഇത് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് ഇനി പാലായിക്ക് അങ്ങനെ ഒരു പാലായി അനാഥത്തിലേക്ക് വിടാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തും അതിന് മുൻകൈ എടുത്തു.